റിയോ ഡി ജനീറോയിൽ ബ്രിക്സിൻ്റെ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നരേന്ദ്രമോദിയുടെ പല പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ എല്ലാ രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അതിൽ നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് ഈ ബ്രിക്സിൻ്റെ തലപ്പത്തേക്ക് ഇന്ത്യ വരുമ്പോൾ അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം ഇന്ത്യക്ക് കിട്ടുമ്പോൾ ഇതിനെ ഒന്ന് റീബിൽഡ് ചെയ്യും, അതിൻ്റെ പേരിലടക്കം. അത്തരത്തിലൊരു നീക്കം നടത്തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രിക്സ് യൂറോപ്യൻ യൂണിയനാണ് ഭീഷണിയാകുന്നത്. അത്തരത്തിലൊരു പേടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുമോ? അവർക്ക് നേരത്തെ മുതൽ ആ ഒരു പേടിയുണ്ട്. ഇതൊരു നാറ്റോ സഖ്യം പോലെ ആകും എന്നൊരു പേടി നേരത്തെ പോലെ. നാറ്റോയ്ക്കും ആ പേടിയുണ്ട്. അതിൽ അമേരിക്കയും മെമ്പറാണില്ല. അമേരിക്ക കുറച്ചുകൂടെ പേടിയുണ്ട്. ഇത് ഡോളറൈസേഷന് ഇവർ ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞ് വേറെ കറൻസി ഉണ്ടാക്കിയിട്ട് ഡോളറിനെ ചലഞ്ച് ചെയ്യും. ഡോളറിനെ ചലഞ്ച് ചെയ്താൽ എന്താ എന്ന് ഒരു ചോദ്യം റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇന്ത്യയാണ് അവിടെ കയറിയിട്ട് ഇല്ലില്ല, അങ്ങനെയില്ല. നേരത്തെ തന്നെ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഡോളറൈസേഷനോ ബ്രിക്സ് കറൻസിയോ ഒന്നും ബ്രിക്സിൻ്റെ ലക്ഷ്യമല്ല. അങ്ങനെ നിങ്ങൾ ഭയക്കുകയോ സംശയിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ബ്രിക്സിൽ ഇന്ത്യ പറഞ്ഞത് ഈ ഡോളറൈസേഷൻ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ ഒരു വടി നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ മൂച്ചെടുത്താൽ ഞങ്ങളിത് ചെയ്യും, ഉപയോഗിക്കരുത്, വളയ്ക്കുകയേ ചെയ്യാവുള്ളൂ, ഒടിക്കരുത്. കാരണം ഡോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോകക്രമം വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ പിടിച്ചാൽ നിന്നൊന്നും വരില്ല. അതിൻ്റെ ഡേഞ്ചറൊക്കെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ അറിയാം. ബട്ട് അവർ നമ്മളെക്കാൾ കുറേ കൂടെ സ്ട്രോങ് നേഷൻസ് ആയതുകൊണ്ട് അവർ ചോദിച്ചു, ഡോളർ സോ വാട്ട്, നിൻ്റെ ഡോളറിനെ ഞങ്ങൾ മാനിക്കേണ്ട കാര്യം എന്താ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. ഇന്ത്യ പറഞ്ഞു, ചേട്ടാ അത് ചെയ്യരുത്, അതുകൊണ്ട് പ്രയോജനമില്ല, വെറുതെ വഴക്കുണ്ടാക്കാമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ കാണിച്ചിങ്ങനെ പേടിപ്പിക്കുക. ഞങ്ങൾക്ക് ഇതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷേ ഇൻറ്റൻറ്റ് ഇല്ല. എല്ലാ യുദ്ധങ്ങൾക്കും എക്കണോമിക് യുദ്ധത്തിനും ഒക്കെ ഒരു ഇൻറ്റൻറ്റും വേണം, കേപ്പബിളും വേണം. എൻ്റെ കയ്യിലൊരു തോക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സിനജിയെ വെടിവയ്ക്കില്ല. കാരണം എനിക്ക് ഇൻറ്റൻഷനില്ല. സിനജിയെ വെടിവയ്ക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, പക്ഷേ തോക്ക് കയ്യിലുണ്ട്. ഇൻറ്റൻഷനും കേപ്പബിലിറ്റി ഇല്ലാത്തവരുണ്ട്. അവർക്ക് കപ്പാസിറ്റിയില്ല, തോക്കുമില്ല, ഇൻറ്റൻഷനും ഇല്ല. ചിലർക്ക് ഇൻറ്റൻഷൻ ഉണ്ടാകും, പക്ഷേ കേപ്പബിലിറ്റി ഇല്ല. സിനജിയെ കൊല്ലണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ തോക്ക് കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഇതിൽ പറയുക, വി ആർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ ബ്രിക്സ് കറൻസി, ബട്ട് വി ഡോണ്ട് ഇൻറ്റൻറ്റ് ടു ഡു ദാറ്റ്. ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, ഞങ്ങൾ കേപ്പബിളാണ്. അപ്പോൾ ഇൻറ്റൻറ്റ് ഏത് നിമിഷവും ഉണ്ടാവാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നേ പറയുന്നുള്ളൂ. നാളെ ഉദ്ദേശം ഉണ്ടായാൽ കേപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട്. അതാണ് ഒരു ഭീഷണിയായിട്ട് നമുക്ക് ഭീഷണി എന്നുള്ള വാക്കല്ല, ഒരു ബാർഗെയിനിങ് പോയിൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് ഏകദേശം എല്ലാ രാജ്യങ്ങളും ബ്രിക്സിൽ സമ്മതിക്കുകയും ചെയ്തു. ബാക്കി ഈ മോദി പുതിയ ഡെഫിനിഷനൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ ഇതിൻ്റെ ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ബ്രിക്സിൽ ഇനിയും കൂടുതൽ രാജ്യങ്ങൾ ചേരും. ഇപ്പം തന്നെ ഇറാനും ഒക്കെ ചേർന്നിട്ടുണ്ട്. ബ്രിക്സ് ബേസിക്കലി ഇത് തുടങ്ങിയ കാലത്തുള്ള രാജ്യങ്ങളുടെ പേരിട്ടാണ് ബ്രിക്സ് എന്നിട്ടത്. അതിനുശേഷം എത്രയോ രാജ്യങ്ങൾ ഇതിൽ ചേർന്നു. സൗദി അറേബ്യ വരെ ചേർന്നു. ഇത്തവണ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ അവർ പറഞ്ഞു, വി ആർ ഓൾറെഡി വിത്ത് യു, ബട്ട് ഇത്തവണ ഞങ്ങൾ റെപ്രസെൻറ്റേറ്റീവിനെ അയക്കുന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രിക്സ് വലുതായി തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അമേരിക്ക ഇല്ലാത്ത ഒരു വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ബ്രിക്സ് മാത്രമാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ തന്നെ, അല്ലെങ്കിൽ നാറ്റോയിൽ തന്നെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലൊരു അകൽച്ചയുണ്ട്. ഈ അകൽച്ചയുള്ള സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പം ബ്രിക്സിനെതിരായ നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നാറ്റോയെക്കാട്ടിയും വലിയൊരു സംഭവമായിട്ട് ബ്രിക്സ് വളരുകയോ ചെയ്താൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് പ്രശ്നം അതാണ്. ഈ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നിലവിലുണ്ട്. അതിപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായതാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇത്രയും രാജ്യങ്ങളുടെ ഡിഫൻസ് നോക്കുന്നത് അമേരിക്കയാണ്. നാറ്റോ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളും അങ്ങ് സുഖിച്ചു. കാരണം ഡിഫൻസൊക്കെ അമേരിക്കയുടെ തലയിലാണ്. എല്ലാ രാജ്യത്തും അമേരിക്കൻ ബേസസ് ഉണ്ട്.
ആരെ ആക്രമിച്ചു കഴിഞ്ഞാലും അമേരിക്ക ചാടി വീഴണം. കാരണം അവർക്കാണ് ആയുധശക്തി, അവരുടെ ബേസും അവിടെയുണ്ട്. ഇവർക്ക് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല. 2% ഓഫ് ദെയർ GDP ഒക്കെയാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഇവരൊക്കെ അങ്ങനെ സുഖിച്ച് വാഴുകയാണെന്നാണ് ട്രംപിൻ്റെ കണ്ടെത്തൽ. കുറച്ചൊക്കെ ശരിയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഇത് നടക്കുന്ന കേസല്ല, നിങ്ങളുടെ ഡിഫൻസ് ബജറ്റ് നിങ്ങൾ വർദ്ധിപ്പിക്കണം, 5% ആക്കണം. കുറേയധികം കാര്യം നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾ നോക്കണം. കാരണം ഈ നാറ്റോയുടെ സുഖം കയറിയിട്ടേ ഇവർക്ക് പട്ടാളക്കാർ പോലും ഇല്ല. ജർമ്മനിക്ക് പട്ടാളമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, എണ്ണം വളരെ കുറവാണ്. ഫ്രാൻസിന് കുറച്ചൊരു പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷുകാർക്ക് 100,000 പട്ടാളക്കാരേ ഉള്ളൂ എന്നൊരു റിപ്പോർട്ട് കണ്ടു. ഇതൊക്കെ എത്ര കണ്ട് സത്യമാണെന്ന് അറിയാമല്ല, ആരും അതിൻ്റെ കൃത്യം കണക്ക് പുറത്തു വിടാറില്ല. ബട്ട് 100,000 പട്ടാളക്കാർ UK ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാമല്ല. ഇവർ ദേ വെയർ എൻജോയിങ് ദ സെക്യൂരിറ്റി പ്രൊവൈഡഡ് ബൈ അമേരിക്ക ഫ്രീ ഓഫ് കോസ്റ്റ്. ഇപ്പോൾ അമേരിക്ക പറഞ്ഞു 5% എങ്കിലും ആക്കണം, എല്ലാവരും സമ്മതിച്ചു 5% ആക്കാം. ബട്ട് അവർ തിരിച്ച് അമേരിക്കയോട് പറഞ്ഞു, ഞങ്ങൾ 5% ആക്കുമ്പോൾ ഈ പൈസ ഡിഫൻസ് ബജറ്റ് കൂട്ടുകയാണല്ലോ. അതെ, ഈ ബജറ്റ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒന്ന് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി, നമ്പർ 2 ആയുധങ്ങളുടെ പർച്ചേസ്. ഈ പർച്ചേസ് അമേരിക്കയിൽ നിന്ന് വാങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഈ പറയുന്നത്. ഞങ്ങളത് വാങ്ങില്ല, വാങ്ങാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഇഷ്ടമുള്ള രാജ്യത്ത് 5% ഞങ്ങളുടെ ബജറ്റ് ഞങ്ങൾ കൂട്ടി, ഞങ്ങൾ ഇഷ്ടമുള്ള. ഇപ്പം ഫ്രാൻസിൽ നിന്ന് റഫാൽ ജർമ്മനിക്ക് വാങ്ങാമല്ലോ. അമേരിക്കയുടെ F-35 വാങ്ങണമെന്നില്ല, എനിക്ക് റഫാൽ മതി എന്ന് ജർമ്മനി തീരുമാനിക്കുന്നു. ഇറ്റലി പറയുന്നു, ഞങ്ങൾ പണ്ടേ ഫ്രാൻസുമായിട്ട് കൂട്ടാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എയർബസ് ഇൻഡസ്ട്രീസ്, അവർ ബോയിങ്ങിനെ വെല്ലുവിളിച്ച് നിൽക്കുന്ന എയർബസ്. അപ്പം ഞങ്ങൾക്ക് ഈ വിമാനം ഉണ്ടാക്കാൻ അറിയാം, ഞങ്ങൾക്ക് അമേരിക്കൻ വിമാനങ്ങൾ വേണ്ട. ബ്രിട്ടീഷിൻ്റെ ഇവരുടെ ഇംഗ്ലണ്ടിൻ്റെ യൂറോ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വിമാനമുണ്ട്. അതും ഏകദേശം ഇതിനൊപ്പം നമ്മൾ റഫാൽ ചർച്ച ചെയ്തപ്പോൾ റഫാൽ വേണോ യൂറോ ഫൈറ്റർ വേണോ എന്ന് ഇന്ത്യൻ എയർഫോഴ്സിലൊരു ചർച്ചയുണ്ടായിരുന്നു. യൂറോ ഫൈറ്റർ ഇതേ സാമർഥ്യമൊക്കെ ഉള്ള വിമാനമാണ്, പക്ഷേ ഇത്രയും പ്രൊഡക്ഷനില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ തമ്മിൽ ഉണ്ടാക്കുകയും വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യും, നിങ്ങളുടെ ആവശ്യമില്ല. ഈ F-35 ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കുഴപ്പത്തിൽപ്പെട്ടില്ല. അത് കണ്ട് F-35ൻ്റെ മാർക്കറ്റും ഒക്കെ ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് സംശയവും ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം കൊണ്ടല്ല, ഇതിന് മുമ്പ് തന്നെ പോർച്ചുഗീസുകാരെ F-35ൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തു. കാനഡ 85 F-35 വാങ്ങാനിരുന്നത് അത് കുറച്ചിട്ട് 25 ആക്കി. 25 വാങ്ങിയവർ, ബാക്കിയുള്ള പർച്ചേസ് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു. ഇതിനൊന്നും ഈ തിരുവനന്തപുരം സംഭവമായിട്ട് ബന്ധമില്ല കേട്ടോ, അതിന് മുമ്പ് നടന്നതാണ്. US നേവിയും US ആർമിയും തന്നെ അവരുടെ റിക്വയർമെൻറ്റ് കുറച്ചു. മാത്രമല്ല എലോൺ മസ്ക് ഇപ്പോൾ ട്രംപ് കഴിഞ്ഞിട്ട് വഴക്കിലിരിക്കട്ടെ, എലോൺ മസ്ക് ആയ കാലത്ത് പറഞ്ഞതാണ്, ഫൂളിഷാണ് ഈ യുദ്ധവിമാനങ്ങൾ, ഇതിൻ്റെ കാലം കഴിയും, വെറുതെ ആളെക്കൊല്ലി വിമാനങ്ങളാണ്, ഒരുപാട് സാമഗ്രികൾ സൗകര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, ഇതൊക്കെ അതിലുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ ഡ്രോൺ കൊണ്ട് നിർവഹിക്കാവുന്നതേ ഉള്ളൂ. 13 മുതൽ 15 ബില്യൺ ഡോളർ വരെയാണ് ഇവരിതിനൊക്കെ ചിലവാക്കുന്നത്. പുള്ളിപ്പറഞ്ഞ് ഇതിൻ്റെ 10 ഇതിൻ്റെ 100 ഇരട്ടി ഡ്രോൺസ് ഉണ്ടാക്കാം, ഇതേ പർപ്പസ്. ആൾ മരിക്കുകയില്ല, ആളില്ലല്ലോ ഡ്രോണിൽ. ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണെന്ന് എലോൺ മസ്ക് അന്ന് മുതലേ പറഞ്ഞതാണ്. ഇതൊക്കെ വെച്ചിട്ട് നാറ്റോയിലെ അമേരിക്ക ഒഴിച്ചുള്ള അംഗങ്ങൾ അവരുടെ സ്ട്രാറ്റജി തീരുമാനിക്കും, അവരുണ്ടാക്കും, അവർ തന്നെ കൺസ്യൂം ചെയ്യും. അവർ ഭീമന്മാരല്ലേ. ഗ്രേറ്റ് ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ഫ്രാൻസ്, സ്വീഡൻ, പോരെ, എന്താ അവരുടെ ശക്തി. പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർ. അപ്പോൾ അത് നാറ്റോ വേഴ്സസ് ട്രംപ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. നാറ്റോ പുത്തിനൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നു.
യുക്രൈൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം അതാണല്ലോ. യുക്രൈൻ നാറ്റോയിൽ ചേരുമോ ഇല്ലയോ എന്നുള്ള പേടിയിൽ നിന്നാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കം. അപ്പം നാറ്റോയുടെ ഒരു നാച്ചുറൽ ശത്രുവാണ് പുതിൻ, അഥവാ അങ്ങനെയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാറ്റോയെ വെല്ലുവിളിക്കണം എന്ന് അദ്ദേഹത്തിനുണ്ട്, പുതിനുണ്ട്. അതിന് അങ്ങേര് ബ്രിക്സിനെ ഉപയോഗിക്കുമെന്നുള്ള പേടി നാറ്റോയ്ക്കുമുണ്ട്. ഇതിലിപ്പോൾ ഇടയ്ക്ക് ബാലൻസ്ഡായിട്ട് നിൽക്കുന്നത് നമ്മൾ മാത്രമാണ്, ഇന്ത്യ മാത്രമാണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നോ അതിനൊപ്പം നിൽക്കാൻ ബ്രസീലും സൗത്ത് ആഫ്രിക്കയൊക്കെ തയ്യാറാണ്. ഇറാൻ ഇൻ പ്രിൻസിപ്പിൾ ഇന്ത്യ അനുകൂലിയാണ്. അവരുടെ ചെയ്തി പലപ്പോഴും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ബട്ട് ആസ് എ നേഷൻ അവർ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഒരു ബ്ലോക്ക് എന്ന നിലയ്ക്ക് എടുത്തു കഴിയുമ്പോൾ അവരെ ഇന്ത്യ അനുകൂലികളാണ് ഇറാൻ. വിത്ത് ഈ പറഞ്ഞ അവരുടെ ഈ ഇസ്ലാമിക തീവ്രവാദവും സംഗതിയൊക്കെ വെച്ചാലും ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അഫ്ഗാനിസ്ഥാൻ അങ്ങനെയാണല്ലോ. സാധനം താലിബാനാണ്, പെണ്ണുങ്ങളെ പള്ളിക്കൂടത്തിൽ ചേർക്കില്ല, അതൊക്കെയാണ്. ബട്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മളുമായിട്ട് സൗഹൃദത്തിലാണ്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ലോകത്ത് നടക്കുന്ന ഒരു കൺഫ്യൂഷൻ. ഇതാണ് ആരാരുടെ കൂടെയാണ് എന്നുള്ളത് വ്യക്തമാകാത്തൊരവസ്ഥ. അവസാനം വെച്ചാൽ ബ്രിക്സിൻ്റെ തലപ്പത്തേക്ക് ഇന്ത്യ വരിക എന്ന് പറഞ്ഞാൽ ബ്രിക്സിനെ നിയന്ത്രിക്കാൻ മോദി വരുന്നു എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ മോദി വന്നാൽ ഭയക്കുകയാണ്. ഇല്ല 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 അത് ബ്രിക്സിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടിറ്റുലാർ ഹെഡാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ വേറെ ആൾ അധ്യക്ഷനാവും. അതുകൊണ്ട് ബ്രിക്സിലെ തീരുമാനങ്ങളെല്ലാം അങ്ങേരെടുക്കും. അങ്ങനെയില്ല. അല്ല, എങ്കിലും നമ്മൾ തലപ്പത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായ റൊട്ടേഷൻ വരുന്നതാണല്ലോ. അതിൽ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. അല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉടച്ചു വാർക്കുമെന്ന്. അപ്പോൾ അതിനെ മറ്റാരും എതിർത്തുമില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു. അതുണ്ട് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ബുൾഡോസ് ചെയ്യാനൊന്നും പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.